ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമയിൽ മറ്റൊരു സിനിമയുടെ രംഗങ്ങൾ ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. 2004 മോഹൻലാൽ നായകനായി റിലീസ് ചെയ്ത ചിത്രമാണ് നാട്ടുരാജാവ്. സിനിമയിലെ ഈ ഗാനരംഗത്ത് കാണിച്ചിരിക്കുന്ന രംഗങ്ങൾ 2000 റിലീസ് ചെയ്ത മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം നരസിംഹത്തിലെ ഒരു ഗാനത്തിലേതാണ്. നരസിംഹം സിനിമയിലെ തീം സോങ്ങിൽ മോഹൻലാലിനെ കാണിക്കുന്ന രംഗങ്ങളാണ് പിന്നീട് നാട്ടുരാജാവിൽ കാണിച്ചിരിക്കുന്നത്. അതുലായിരുന്നു ഈ കാര്യം കമന്റ് ചെയ്തത്. 1994 മനോജ് കെ ജയൻ, ശ്രീവിദ്യ എന്നിവർ അഭിനയിച്ച ചിത്രമാണ് പാളയം. എന്നെ നിങ്ങൾ കൊല്ലാൻ കൊടുത്ത ഇതിനകത്താ ചത്തില്ല ഞാൻ. ചിത്രത്തിൽ മനോജ് കെ ജയന്റെ അച്ഛനായി കാണിക്കുന്നത് മമ്മൂട്ടിയെയാണ്. ചില ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലാണ് മമ്മൂട്ടിയെ കാണിക്കുന്നത്. എന്നാൽ ആ രംഗങ്ങൾ 1992 റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രമായ കിഴക്കൻ പത്രോസിലേതാണ്. മണ്ണിൽ വേരിറങ്ങി അരിയൊരു കൊന്ന പൂത്തു മലയോരം നീളെ മേടം കൊന്ന പൂവുകളാലതുപോൽ വാകകൾ പൂക്കും വഴിയേ വാസര കന്നി വരുന്നീ. ആ സിനിമയിലെ വേനൽ ചൂടിൽ ഉരുകിയ എന്ന ഗാനത്തിൽ മമ്മൂട്ടിയെ കാണിക്കുന്ന രംഗങ്ങളിലേക്ക് ശ്രീവിദ്യയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാളയം എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1991 ജഗദീഷ്, റിസബാവ, സിദ്ദിഖ് എന്നിവർ അഭിനയിച്ച ചിത്രമാണ് കളരി. നീഹാരം പൊഴിയാറായി എന്ന ഗാനത്ത് മോഹൻലാലിന്റെ ചില രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. നീഹാരം പൊഴിയാറായി താരുണ്യം കുളിരാ. 1986 മോഹൻലാൽ പ്രിയദർശൻ ചിത്രം താളവട്ടത്തിലെ ഗാനരംഗമാണ് കാണിക്കുന്നത്. ചിത്രത്തിൽ കടുത്ത മോഹൻലാൽ ആരാധികയായ നായിക സ്വപ്നം കാണുന്നത് പോലെയാണ് താളവട്ടത്തിലെ മോഹൻലാലിന്റെ രംഗങ്ങൾ കാണിക്കുന്നത്. 1992 സുരേഷ് ഗോപി നായകനായ പൊളിറ്റിക്കൽ ചിത്രമാണ് തലസ്ഥാനം. ഈ രംഗം 1991 മമ്മൂട്ടി ചിത്രം ഇൻസ്പെക്ടർ ബൽറാമിലേതാണ്. ആ സിനിമയിലെ ലാത്തിചാർജ് രംഗങ്ങളാണ് സ്റ്റോക്ക് ഷോട്ടുകളായി തലസ്ഥാനത്തിൽ ഉപയോഗിച്ചത്. 2006 വിജി തമ്പി സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രമാണ് ബഡാ ദോസ്ത്. ആ സിനിമയിലെ ഒരു രംഗമാണ്. എന്നാൽ ഇതേ രംഗം 1999 മറ്റൊരു സുരേഷ് ഗോപി ചിത്രമായ ജോഷി സംവിധാനം ചെയ്ത വാഴുന്നോർ എന്ന സിനിമയിലും കാണാം. വാഴുന്നോർ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ച ജഗദീഷ് ശ്രീകുമാറിന്റെ കാർ ആക്സിഡന്റ് രംഗമാണ് പിന്നീട് ബഡാ ദോസ്ത് എന്ന സിനിമയിൽ കാണിക്കുന്നത്. ബിഗ് ക്രിയേഷൻ ആയിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത്. 2006 റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമാണ് വടക്കുംനാഥൻ. സിനിമയിൽ ഇങ്ങനെയൊരു രംഗം കാണാം. ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യമുണ്ട് എനിക്ക്. ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി. ആയിരത്തി 1999 മോഹൻലാൽ അഭിനയിച്ച ക്ലാസിക് ചിത്രം വാനപ്രസ്ഥം എന്ന സിനിമയിലെ രംഗങ്ങളാണിത്.
വാനപ്രസ്ഥം സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം കഥകളി പെർഫോം ചെയ്യുന്ന രംഗങ്ങൾ വടക്കുംനാഥൻ സിനിമ ആ കഥാപാത്രത്തിന്റെ കഥകളി പെർഫോമൻസായി കാണിച്ചിരിക്കുകയാണ്. നബീലായിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത്. നാം ഇതുവരെ സംസാരിച്ചത് ഒരു മലയാള സിനിമയിൽ മറ്റൊരു മലയാള സിനിമയിലെ രംഗം ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. എന്നാൽ ഒരു ഹോളിവുഡ് സിനിമയിലെ രംഗം ഒരു മലയാള സിനിമയിൽ ഉപയോഗിച്ചിരുന്നു. 2008 മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് കുരുക്ഷേത്ര. Casualties are coming down to the base. ഒരു മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ രംഗങ്ങളെല്ലാം തന്നെ 2001 റിലീസ് ചെയ്ത അമേരിക്കൻ വാർ ഫിലിമായ ബിഹൈൻഡ് എനിമി ലൈൻ എന്ന സിനിമയിലെ രംഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ആ ഹോളിവുഡ് സിനിമയിൽ ഒരു മിസൈൽ ആക്രമണത്തിൽ യുദ്ധവിമാനം തകരുന്ന രംഗങ്ങളാണ് പിന്നീട് കുരുക്ഷേത്രയിൽ അതുപോലെ തന്നെ ഉപയോഗിച്ചത്. സമ്പത്തായിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ പേർ കമന്റ് ചെയ്തൊരു കാര്യമാണ് 2011 റിലീസ് ചെയ്ത ദിലീപ് ചിത്രമായ മിസ്റ്റർ മരുമകനിൽ ക്ലൈമാക്സിൽ ഷീലയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന രംഗങ്ങൾ. അതിൽ കവിയൂർ പൊന്നമ്മയും ഷീലയും തമ്മിലുള്ള രംഗങ്ങളെല്ലാം തന്നെ 1971 റിലീസ് ചെയ്ത ഒരു പെണ്ണിന്റെ കഥ എന്ന സിനിമയിലെ രംഗങ്ങളാണ്. ഞാനും നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ്. വളരെയേറെ അന്തസ്സോടുകൂടി ജീവിച്ചവളുമാണ്. ഹരി ഗോവിന്ദായിരുന്നു ആ സിനിമയുടെ പേര് കമന്റ് ചെയ്തത്. അതുകൂടാതെ ഷീലയുടെ പഴയ പല സിനിമകളിലെയും രംഗങ്ങളും കാണിക്കുന്നുണ്ട്. അവയറിയുന്നവർ കമന്റ് ചെയ്യുമല്ലോ. 2014 റിലീസ് ചെയ്ത ജയറാം ചിത്രം ഉത്സാഹ കമ്മിറ്റിയിലും ഷീലയുടെ ഫ്ലാഷ് ബാക്കുകളിൽ പഴയ സിനിമയിലെ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതേത് സിനിമകളാണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുമല്ലോ. അച്ചായൻ എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന ദിവസം മുതൽ എനിക്ക് തോന്നി ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് ഞാനാണെന്ന്. ഫസ്റ്റ് പാർട്ടിൽ നാം തലസ്ഥാനം എന്ന സിനിമയിൽ ഇൻസ്പെക്ടർ ബൽറാമിലെ ചില രംഗങ്ങൾ സ്റ്റോക്ക് ഷോട്ടുകളായി ഉപയോഗിച്ചതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. 2015 റിലീസ് ചെയ്ത ആട് സിനിമയിലെ രംഗമാണിത്. സോറി, നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ കാണുന്നതാണ് നല്ലത്. ഇതേ രംഗം തന്നെ 2016 റിലീസ് ചെയ്ത മഹേഷിന്റെ പ്രതികാരത്തിലും കാണാം. ആടിൽ ബാങ്കോക്കിലെ വീടായി കാണിച്ചത് മഹേഷിന്റെ പ്രതികാരത്തിൽ അമേരിക്കയിലെ വീടായി കാണിക്കുകയാണ്. രണ്ടും ഒരേ സ്റ്റോക്ക് ഷോട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജിത്തു, നിതീഷ് എന്നിവരായിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത്. 1992 മോഹൻലാൽ ചിത്രം യോധയിലും ഇതുപോലെ സ്റ്റോക്ക് ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1992 തന്നെ റിലീസ് ചെയ്ത റോജയിലെ രംഗങ്ങളായിരുന്നു അവ. യോധയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന മലനിരകളുടെ രംഗം റോജയിലെ പുതുവെള്ളൈമലൈ എന്ന ഗാനത്തിലെ രംഗങ്ങളാണ്. ആഭിചാരക്രിയകളിലൂടെ ദുർദേവതകളെ പ്രീതിപ്പെടുത്തി തങ്ങളുടെ മാത്രം ലോകം സൃഷ്ടിക്കാമെന്ന് വിചാരിക്കുന്ന കൂട്ടം. യോധയിൽ മോഹൻലാലിന്റെ കഥാപാത്രം വിമാനമിറങ്ങുന്ന രംഗവും റോജയിലെ വിമാനമിറങ്ങുന്ന രംഗവും ഒന്നു തന്നെയാണ്. രണ്ട് സിനിമകളുടെയും സിനിമോട്ടോഗ്രാഫർ സന്തോഷ് ശിവൻ തന്നെയായിരുന്നു. വിവേക്, ആകാശ് എന്നിവരാണ് ഇക്കാര്യം പറഞ്ഞത്. 1999 കലാഭവൻ മണിയുടെ കോമഡി ചിത്രമാണ് മൈ ഡിയർ കരടി. ആയിരത്തി 1989 മമ്മൂട്ടി ചിത്രമായ മുറുകയയിലെ രംഗങ്ങളാണ് ആ കാണുന്നത്. 2012 റിലീസ് ചെയ്ത ഹൊറർ ചിത്രമാണ് യക്ഷി ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ് എന്നത്. ആ സിനിമയിലെ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ.
2005 പൃഥ്വിരാജ് ചിത്രം അനന്തഭദ്രത്തിലെ ചില രംഗങ്ങൾ അവിടെ കാണാം. ബേസിൽ കുര്യൻ ജോസാണ് ഇക്കാര്യം ഇൻസ്റ്റഗ്രാം വഴി അറിയിച്ചത്. നിങ്ങളുടെ വീഡിയോ ഐഡിയാസും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴി അറിയിക്കാവുന്നതാണ്. ചില റിലീസാവാതെ പോയ സിനിമകളിലെ രംഗങ്ങൾ പിന്നീട് വരുന്ന സിനിമകളിൽ ഉപയോഗിക്കാറുണ്ട്. 1992 മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി കാർ റേസറുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു ഓസ്ട്രേലിയ. AK സാജൻ എഴുതി രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഇടയ്ക്ക് വെച്ച് ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നിർത്തിവെക്കുകയുണ്ടായി. എന്നാൽ 1993 രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത മറ്റൊരു മോഹൻലാൽ ചിത്രമായ ബട്ടർഫ്ലൈസിൽ ആദ്യ രംഗങ്ങളിൽ കാണിക്കുന്നത് ഓസ്ട്രേലിയ എന്ന സിനിമയ്ക്കു വേണ്ടി ഷൂട്ട് ചെയ്ത രംഗങ്ങളാണ്. വളരെയേറെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മലയാളത്തിൻ്റെ മഹാനടൻ ജയൻ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന ചില സിനിമാ രംഗങ്ങൾ പിന്നീട് മറ്റു ചില സിനിമകളിൽ ഉപയോഗിക്കുകയുണ്ടായി. എന്നു നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ മലയാളികൾ അടുത്തറിഞ്ഞ ആളാണ് BP മൊയ്തീൻ. മൊയ്തീൻ നിർമ്മിച്ച ജയൻ ചിത്രമായിരുന്നു അഭിനയം. ഒരുപാട് കാലം പെട്ടിയിൽ കടന്ന ആ സിനിമ 1981 റിലീസ് ചെയ്തത്. സിനിമയിൽ കഥ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണെങ്കിലും പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് രംഗം കൊണ്ടുവരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. ഒരു ദിവസം നീയാണ് ലേറ്റ് ആയത്. നിങ്ങൾ വരാത്തതുകൊണ്ട് ഇന്ന് പ്രോഗ്രാം വളരെ അത് റിലീസ് ചെയ്യാതെ പോയ മറ്റേതോ ജയൻ സിനിമയിലെ രംഗമാണ് കാണിക്കുന്നത്. 1983 അഹങ്കാരം എന്ന സിനിമയിലും ഇതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് രംഗത്തിൽ മാത്രം ജയൻ വന്നു പോകുന്നുണ്ട്. അതും ജയന്റെ റിലീസാവാത്ത ഏതോ ഒരു സിനിമയിൽ നിന്നുമാണ്. വിധിയല്ലാതെ മറ്റൊന്നിനും എനിക്ക് ഭയമില്ല. നാം കാണിച്ച ആ രംഗങ്ങളെല്ലാം തന്നെ ഗർജനം എന്ന സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാവാം എന്ന് കരുതപ്പെടുന്നു. 2001 ത്വാഹ സംവിധാനം ചെയ്ത് ദിലീപ്, ഹരിശ്രീ അശോകൻ എന്നിവർ അഭിനയിച്ച ചിത്രമാണ് ഈ പറക്കും തളിക. 2002 സുന്ദര ട്രാവൽസ് എന്ന പേരിൽ ഈ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. മുരളി, വടിവേലു എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആ സിനിമയിലെ ഒരു രംഗമാണിത്. യഥാർത്ഥത്തിൽ അവിടെ കാണിച്ചിരിക്കുന്ന രംഗം പറക്കും തളിക സിനിമയിലെ രംഗം തന്നെയാണ്. സുന്ദര ട്രാവൽസിൽ അതിനു മുമ്പുള്ള രംഗങ്ങളിലെല്ലാം തന്നെ പറക്കും തളികയിലെ അതേ കോസ്റ്റ്യൂംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറക്കും തളികയിലെ മുഖം കാണിക്കാത്ത രംഗങ്ങൾ അതുപോലെ തന്നെ എടുത്തുകൊണ്ടാണ് ഈ സിനിമയിലും കാണിച്ചത്. ജോഷി സംവിധാനം ചെയ്ത മറ്റൊരു ദിലീപ് ചിത്രമാണ് ലയൺ. 2007 ഈ ചിത്രം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തത്. ഇവിടത്തെ നക്കേണ്ടി എന്ന ചിത്രത്തിൽ രാജശേഖർ ആയിരുന്നു നായകൻ. സംവൃത സുനിലായിരുന്നു ആ ചിത്രത്തിലെ നായിക. കലാഭവൻ മണിയായിരുന്നു ചിത്രത്തിൽ വില്ലന്റെ വേഷം കൈകാര്യം ചെയ്തത്. ചിത്രം തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഇന്ത്യ വിഷൻ വാർത്ത മലയാള സിനിമയിലെ അതേ വാർത്തയിൽ ചില വിഷ്വൽസ് മാറ്റിക്കൊണ്ടാണ്. ఎట్టి పరిస్థితుల్లోనూ లాఠీ చార్జ్ చేయొద్దని రాష్ట్ర ముఖ్యమంత్రి గారు పోలీసులకు ఆదేశించారు. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി PK എബ്രഹാം രാജിവെച്ചു. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ. തൊട്ടടുത്ത് കാണിക്കുന്ന സീനും മലയാള സിനിമയിൽ ആദ്യ രംഗത്ത് കാണിച്ചിരിക്കുന്ന ദിലീപിന്റെ വീടിന്റെ രംഗങ്ങളാണ്. ആ തെലുങ്ക് സിനിമയിലും നായകൻ മന്ത്രിയായതിനു ശേഷം നാട്ടിലെ ക്രിമിനൽസിനെ ഇല്ലാതാക്കുന്ന രംഗം മലയാള സിനിമയിലെ അതേ രംഗങ്ങൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്.
വിജയരാഘവന്റെ പോലീസ് ക്യാരക്ടർ ഗുണ്ടകളെ വെടിവെച്ച് വീഴ്ത്തുന്ന രംഗങ്ങൾ അങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. പക്ഷേ പോലീസുകാരനെ കാണിക്കുന്ന ക്ലോസപ്പ് രംഗങ്ങളിൽ വിജയരാഘവനോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു നടനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2003 ജോണി ആന്റണി സംവിധാനം ചെയ്ത മറ്റൊരു സൂപ്പർ ഹിറ്റ് ദിലീപ് ചിത്രമാണ് CID മൂസ. ആ സിനിമയെ 2007 തമിഴിലേക്ക് റീമേക്ക് ചെയ്തത്. ചീന താന 001 എന്നു പേരുള്ള ആ ചിത്രത്തിൽ പ്രസന്ന വടിവേലു എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. തമിഴിൽ സിനിമയുടെ അവസാനമുള്ള ചേസിംഗിൽ ഇങ്ങനൊരു രംഗം കാണാം. യഥാർത്ഥത്തിൽ ആ രംഗത്ത് കാണിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ഈ രംഗമാണ്. അതൊരു റിസ്കി ഷോട്ട് ആയതുകൊണ്ടായിരിക്കാം അത് വീണ്ടും ചിത്രീകരിക്കാതെ മലയാള സിനിമയിലെ രംഗം അതുപോലെ തന്നെ ഉപയോഗിച്ചത്. 1999 കുഞ്ചാക്കോ ബോബൻ, ശാലിനി എന്നിവർ അഭിനയിച്ച എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് കമൽ സംവിധാനം ചെയ്ത നിറം. 2001 പിരിയാതെ വരം വേണ്ടും എന്ന പേരിൽ കമൽ ആ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. പ്രശാന്ത്, ശാലിനി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശാലിനിയുടെ അവസാന സിനിമകളിലൊന്നായിരുന്നു ആ ചിത്രം. ആ തമിഴ് സിനിമയിൽ ശുക്രിയ എന്ന ഗാനരംഗത്തിൽ ശാലിനിയെ കാണിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ മലയാള സിനിമയിലെ രംഗങ്ങൾ അതുപോലെ തന്നെ കാണിച്ചിരിക്കുകയാണ്. മെയിൽ പോർഷൻ പാട്ടുകളിൽ പ്രശാന്തിനെ കാണിക്കുകയും ഫീമെയിൽ പോർഷനിൽ മലയാളത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ ശാലിനിയോടൊപ്പം ജോമോൾ, അംബിക എന്നിവർ മലയാള സിനിമയിലെ അവരുടെ കഥാപാത്രങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ അവരുടെ രംഗങ്ങൾ തമിഴിൽ കാണിച്ചാലും പ്രശ്നമില്ല. പക്ഷേ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിന്ദു പണിക്കരുടെ കഥാപാത്രത്തെയും കാണിക്കുന്നുണ്ട്. ിലെ പ്രിയദർശൻ ടി ദാമോദരൻ കൂട്ടുകെട്ടിൽ പിറന്ന മോഹൻലാൽ ചിത്രം ആര്യൻ 1989 തന്നെ തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. സത്യരാജ് നായകനായ ആ ചിത്രത്തിന്റെ പേര് ദ്രാവിഡൻ എന്നായിരുന്നു. ആ സിനിമയിൽ ബോംബെയാണെന്ന് മനസ്സിലാക്കാവുന്ന രംഗങ്ങളെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ രംഗങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. നായകൻ ആദ്യമായി അധോലോക നേതാവുമായി സംസാരിച്ചുകൊണ്ട് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ മലയാള സിനിമയിലെ രംഗങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ക്ലൈമാക്സിനോടടുത്ത് വില്ലനെ കൊല്ലാൻ വേണ്ടി ബോംബെയിലൂടെ ടാക്സികൾ ഓടിച്ചുകൊണ്ടു പോകുന്ന രംഗങ്ങളെല്ലാം തന്നെ മലയാള സിനിമയിലെ രംഗങ്ങൾ അങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രമാണ് ബാംഗ്ലൂർ ഡേയ്സ്. 2016 ചിത്രം ബാംഗ്ലൂർ നാട്കൽ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. ചിത്രത്തിന്റെ അവസാനം ആര്യയുടെ കഥാപാത്രത്തിന്റെ ബൈക്ക് റേസിംഗ് കാണിക്കുന്നതെല്ലാം തന്നെ മലയാള സിനിമയിലെ ദുൽഖർ സൽമാന്റെ അതേ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഇടയ്ക്ക് കാണിക്കുന്ന മലയാളം നടന്മാരുടെ റിയാക്ഷൻസിന് പകരം തമിഴ് നടന്മാരുടെ റിയാക്ഷൻസ് കാണിക്കുകയും ചെയ്യുന്നു. ഡ്രീം ഗേൾസ്, ഗോകുൽ, തരക, ക്രിസ്, റിഫായി, ക്ലിൻറ്റ് എന്നിവരാണ് ഈ വീഡിയോ സജസ്റ്റ് ചെയ്തത്. ഇതുപോലെ നിങ്ങളുടെ വീഡിയോ ഐഡിയ ഞങ്ങളെ ഇൻസ്റ്റഗ്രാം വഴി അറിയിക്കാവുന്നതാണ്. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം. പീസ്.